ഇന്നലെ നുണ പറഞ്ഞത് ആരാ? എം.വി. ഗോവിന്ദനാ പറഞ്ഞത്. ആരോഗ്യമന്ത്രിയുടെ പെടലി തിരിച്ചു കേസുകാര്, പിന്നെ കൈ പിടിച്ച് തിരിച്ചു വന്നു. ഇയാളെ പോലെ പച്ചക്കള്ളം പറയുന്ന ഒരാള് അതല്ലേ ഇന്നലെ പച്ചക്കള്ളം പറഞ്ഞത്? ആരോഗ്യമന്ത്രിയുടെ പെടലിയും കൈയും കേസുകാര് തിരിച്ചുവെന്ന് പറഞ്ഞ പച്ചക്കള്ളം പറഞ്ഞത് ആരാ? എന്നിട്ട് പ്രകോപിക്കാണ് പാർട്ടി പ്രവർത്തകരെ. അവരറിയുന്നില്ലല്ലോ. പാർട്ടി പ്രവർത്തകർ വിചാരിക്കെ പാർട്ടി സെക്രട്ടറി അല്ലേ പറഞ്ഞത് പെടലി തിരിച്ചെന്നു ആരോഗ്യമന്ത്രിയുടെ കേസ് പ്രവർത്തകർ. എന്നിട്ട് ആള് പച്ചക്കള്ളം പറയണം. ആര്? എവിടെ? പോലീസുമായിട്ടല്ലേ? പോലീസായിട്ടാണ്. പോലീസും അവരും തമ്മിൽ കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? വിഷ്വല് കണ്ടില്ലേ? ആ ഭാഗം മാത്രം കാണാതെ പോയെന്താ? അല്ലെ, ആ ഭാഗം കാണാതെ പോയെന്താ? അവരെ വട്ടം പിടിക്കുന്നുണ്ടല്ലോ പോലീസ്. അവരെ അങ്ങോട്ട് ഓടിച്ചെല്ലാൻ നോക്കുമ്പോ പോലീസ് അവരെ വട്ടം പിടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വാ, എന്റെ അടുത്ത് വാ, ഞാൻ കാണിച്ചു തരാം. എന്റെ ക്യാമറയിലുണ്ട്. അല്ല, നിങ്ങൾ നോക്ക്, ഞാൻ കാണിച്ചു തരാം. എന്റെ തെളിവുണ്ട്, ഞാൻ കാണിച്ചു തരാം. പോലീസ്, ആ വനിതാ പോലീസ് ഓഫീസറും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ഇവര് ചൂടായി, ഇവര് ഭയങ്കര കയർത്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ പോകുമ്പോൾ പോലെ മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ തടുത്തു നിർത്തുന്നത് പോലീസാണ്. അത് എല്ലാവരും കണ്ടാണ്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് നിയമസഭയ്ക്കകത്ത് 5 മന്ത്രിമാരായിരുന്നു എനിക്കെതിരായിട്ട് മറുപടി പറഞ്ഞതും എന്നെ ആക്ഷേപിച്ചത്. പുറത്തിപ്പോ ഇന്നലെ ഈ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ ഉടനെ ഞാനാണ് കേസുകാരെ പറഞ്ഞുവിട്ട് ഇവരെ ആക്രമിച്ചതെന്ന് പറഞ്ഞ് വീണ്ടും കുറെ മന്ത്രിമാര് രംഗപ്രവേശം ചെയ്തു. എനിക്ക് യാതൊരു പരാതിയില്ല. ഇപ്പൊ ഞാൻ എന്റെ PR ചെയ്യാൻ അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവര് ചെയ്യട്ടെ. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് റീത്ത് വെക്കുന്ന സമയം തൊട്ട് ആസൂത്രിതമായ ഒരു നീക്കം തന്നെ നടന്നിട്ടുണ്ടെന്നാണ് എം.വി. ഗോവിന്ദൻ പറയുന്നത്. അതുമായി കൂട്ടിവായിച്ചുകൊണ്ട് ഗൂഢാലോചന നടത്തുന്നു, പ്രതിപക്ഷ നേതാവ് അതിന്റെ പങ്കാളിയാവുമെന്നാണ് വിമർശനം. അല്ലെ, അദ്ദേഹം എന്തെല്ലാം പച്ചക്കള്ളാണ് ഇന്നലെ പ്രചരിപ്പിച്ചത്? അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണ്ടേ? കേസുകാര് സമരം ചെയ്തവര് ആരോഗ്യമന്ത്രിയുടെ പെടലി തിരിച്ചെന്നും കൈ പിടിച്ച് തിരിച്ചെന്നും പച്ചക്കള്ളം പറഞ്ഞ ആരാ? പാർട്ടി സെക്രട്ടറി അല്ലേ? എം.വി. ഗോവിന്ദനല്ലേ പറഞ്ഞത്? അല്ലാതെ വേറെ ആരെല്ലാം പറഞ്ഞു? അദ്ദേഹമാണ് പറഞ്ഞത്. ഇന്നലെ ഞാൻ ഞെട്ടിപ്പോയി അത് കണ്ടിട്ട്. പച്ചയ്ക്ക് പറയാണ് കള്ളം. പാർട്ടി സെക്രട്ടറി ആ പദവിയിലിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹം. അത് വ്യാപകമായിട്ട് എല്ലാ ജില്ലകളിലും CPM പ്രവർത്തകരും ഇടതുപക്ഷ നേതാക്കളും ഒരുപാട് പേര് പാർട്ടിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നേതാക്കളുമുണ്ട്, പ്രവർത്തകരുമുണ്ട്, ലോക്കൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേരുന്നുണ്ട്, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടി ചേരുന്നുണ്ട്. ഞാൻ ഇന്നുവരെ കാണാത്തൊരു പ്രതിഭാസമാണ് CPM-ൽ നിന്ന് ആളുകൾ കോൺഗ്രസിലേക്ക് വല്ല ഒറ്റപ്പെട്ട ഏരിയയിലൊക്കെ പണ്ട് നടന്നിട്ടുണ്ടെന്നല്ലാതെ എല്ലാ ജില്ലകളിലും ഞാൻ തന്നെ എല്ലാ ജില്ലകളിലും ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതെന്താണ് സംഭവിക്കുന്നത് CPM-ന്? ഞങ്ങൾ തന്നെ അത്ഭുതപ്പെടുകയാണ്. അല്ല, അതൊക്കെ ഉണ്ടാവുമായിരിക്കും. എല്ലാ പാർട്ടിയിൽ നിന്ന് CPM-ന്ന് പോയില്ലേ? അല്ല, CPM MLA പോയില്ലേ? അല്ല CPM-ന്റെ MLA പോയല്ലോ. CPM MLA രാജേന്ദ്രൻ, അത് അറിഞ്ഞില്ലല്ലേ? അത് മാത്രം കാണില്ല. CPM-ന്റെ MLA അൽഫോൺസ് കണ്ണന്താനം പോയിട്ട് കേന്ദ്രമന്ത്രിയായി. ഇടുക്കിയിലെ ദേവികുളത്തെ MLA രാജേന്ദ്രൻ ഇപ്പൊ അപ്പുറത്ത് പോയത്, അവിടെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ CPM-ന്ന് എത്ര പേര് പോകുന്നു?